channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ പുഡിംഗ് ആണ്. ഇതൊരു സാധാരണ പുഡിംഗ് അല്ല. നമുക്ക് ഈ ഒരു പുഡിങ്ങിന്റെ പ്രത്യേകത തീ കത്തിക്കേണ്ട കാര്യമില്ല, ഓവന്റെ ആവശ്യമില്ല, ബേക്കിങ്ങിന്റെ ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് കൊണ്ടുള്ള ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാർ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് പാല്, ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച പാലായിരിക്കരുത്, ഒരു റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. അതായത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള പാലാണിത്. അപ്പോൾ അത് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്, കണ്ടൻസ്ഡ് മിൽക്കാണ് വേണ്ടത്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് 1/2 കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു 4 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ, അതൊരു 1/4 കപ്പിന് താഴെ നിൽക്കുന്ന അളവിലുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. നമുക്കിത് പല രീതിയിലും ഈ എസൻസുകളൊക്കെ മാറ്റി മറിക്കാട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസുകൾ ചേർക്കാം. വാനില എസൻസോ റോസ് എസൻസോ ഒക്കെ ചേർക്കാം. അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാനതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും ആ മിൽക്ക് മെയ്ഡൊക്കെ കണ്ടോ താഴോട്ടേക്ക് ഇങ്ങനെ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതുപോലെ മിക്സിക്കൊക്കെ അടുത്ത് ഒന്ന് അടിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഞാൻ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒന്ന് വടിച്ചെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കൂടെ ഇതിനകത്തോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, നിറത്തിനൊക്കെ വേണ്ടിയിട്ടാണ്, പക്ഷെ ഓപ്ഷണലാണ്. അപ്പൊ ഇതൊന്ന് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ അതാ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. അതിന് മുൻപ് ഒരു കാര്യം കൂടെ ചെയ്യണം. അതിനായിട്ട് ഒരു ബൗളിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൈനാപ്പിളിന് പകരം ഗ്രേപ്സോ ആപ്പിളോ ഓറഞ്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഞാനിവിടെ ഈ ഒരു പൈനാപ്പിള് പുളി ഉണ്ടെങ്കിലും മധുരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും പൈനാപ്പിളിനകത്തോട്ട് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ടിനകത്തോട്ട് അല്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ഒന്ന് എല്ലാത്തിലും നമ്മുടെ ഈ ഫ്രൂട്ട്സിലൊക്കെ ഒന്ന് ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഒരു ഫ്രൂട്ട്സ് ഈ ഒരു പുഡിങ്ങിന്റെ കൂടെ കഴിക്കാൻ രുചി കാണത്തുള്ളൂ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആണെങ്കിലും ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാ നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുള്ള ആ ഒരു പാല് ഈ ഒരു ബൗളിനകത്തോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒത്തിരി അങ്ങ് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്, നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് അടിച്ചതുകൊണ്ട് കുറച്ചൊരു തിക്നെസ് ഉണ്ട് ഇതിന് കേട്ടോ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ ഞാൻ 4 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ പാത്രത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ബ്രെഡിന്റെ എണ്ണം കൂട്ടാം. അപ്പം ഞാനിന്ന് ഇവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ വൈറ്റ് ബ്രെഡ് വേണമെങ്കിലൊക്കെ എടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഇവിടെ വീറ്റ് ബ്രെഡ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പം അതുകൊണ്ടാണ് അതെടുത്തത്. ഇനി നമുക്ക് ഇതിന്റെ അരുവെല്ലാം മുറിച്ച് മാറ്റണം. ഇതൊരു ബ്രെഡ് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡിന്റെ ആ ഒരു ഉൾഭാഗം മാത്രം മതി. ആ ക്രസ്റ്റ് നമുക്ക് ഇച്ചിരി സമയം എടുക്കുമല്ലോ അത് സോക്കൊക്കെ ചെയ്ത് വരാനായിട്ട്. പിന്നെ മാത്രമല്ല നമ്മൾ നോർമൽ ബ്രെഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് ഈ ക്രസ്റ്റ് കഴിക്കാൻ കിട്ടുമ്പോൾ അത് കൊള്ളത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ക്രസ്റ്റ് ഒന്ന് മുറിച്ച് മാറ്റിയെടുക്കാം. അങ്ങനെ ക്രസ്റ്റ് ഒക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നടുവേ ഒന്ന് മുറിക്കാം. അപ്പൊ ഞാൻ എടുക്കുന്ന പാത്രത്തിന്റെ ആ ഒരു റൗണ്ട് പാത്രമാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് എനിക്ക് കുറച്ചും ഈസിയാണ് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ആക്കാനുള്ള പാത്രം എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്രമാണ്. ഞാൻ ഇത് കൊച്ചൊരു പാത്രമാണ്, ഒത്തിരി കുഴിയൊന്നുമുള്ള പാത്രമൊന്നുമല്ല. നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ടുള്ള രീതിയിലാണ് പുഡിംഗ് തയ്യാറാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു പാത്രം എടുത്താൽ മതി. അപ്പോൾ അത് കണ്ടോ, വലിയ കുഴിയൊന്നുമില്ല, ഒരു കൊച്ചു പാത്രമാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രെഡ് എടുത്ത് ഈ ഒരു പാലിന്റെ മിക്സിനകത്ത് മുക്കി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കണം. ഇപ്പം നമുക്ക് പാത്രത്തിന്റെ ഒക്കെ ഒരു ആഴൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് 2ഓ 3ഓ ലെയറൊക്കെ ആയിട്ടൊക്കെ വെക്കാം. പക്ഷെ ഞാനിന്ന് ഇവിടെ ഒരു ലെയറിലേ വെക്കുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. ഒത്തിരി ലെയേഴ്സ് ആയിട്ട് ഞാൻ ചെയ്യാറില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനു മുൻപ് ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം എന്നോട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബ്രെഡ് കൊണ്ട് എങ്ങനെ പുഡിംഗ് ഉണ്ടാക്കുക, തികച്ചും വ്യത്യസ്തമായിട്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഡിഫറെന്റ് ആണോ എന്നൊന്നും അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ബ്രെഡ് പുഡിംഗ് തന്നെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുമ്പോഴാണെങ്കിൽ ഇച്ചിരി കൂടെ അത് റിച്ച് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ഇടാന്ന് ഓർത്തത്.
പിന്നെ ഈ ഒരു കുറേ പേര് ചോദിച്ചായിരുന്നു അന്ന് ഞാൻ ഇട്ടപ്പോൾ 2 ദിവസം മുന്നേ ഇട്ട ഒരു പുഡിങ്ങിൻ്റെ വീഡിയോയിൽ സംശയം ചോദിച്ച കൂട്ടത്തിൽ കുറേ പേര് ചോദിച്ചായിരുന്നു കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. ഇനി നിങ്ങൾക്ക് അതിന് പകരം ഇപ്പോൾ ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ നമ്മൾ അടിക്കുന്ന സമയത്ത് ഇച്ചിരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പാലിനകത്ത് ക്രീം ചേർത്തെന്നാലും നല്ലതാണ്. അല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു ബ്രെഡൊക്കെ ഈ ഒരു രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ചൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് അതും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഇച്ചിരി പാലും ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൂട്ടും കസ്റ്റർഡല്ല കണ്ടൻസ്ഡ് മിൽക്കൊക്കെ കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊരു ലെയറായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്ങിൽ ഏറ്റവും ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് മേലെ വെക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വരുന്ന അളവിലുള്ള ഈ ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു സമയം ഞാൻ നിങ്ങൾക്കൊരു പുതിയ ചാനൽ പരിചയപ്പെടുത്തി തരാണ്. ചാനലിൻ്റെ പേര് സ്ട്രെയിറ്റ് ടു ഹാർട്ട് എന്നാണ്. ഒരു അടിപൊളി മലയാളം കുക്കിംഗ് ചാനലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കൊച്ചു കൊച്ചു സ്നാക്കുകളും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളൊക്കെയാണ് ആ ചാനലിലുള്ളത്. അപ്പോൾ ചാനലിൻ്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യാതെ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബേസ് റെഡിയാണ്. ഇനി ക്രീം തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിന് പല പേരുണ്ട്. ഫ്രഷ് ക്രീം, സിംഗിൾ ക്രീം, ഡബിൾ ക്രീം ഒക്കെയുണ്ട്, വിപ്പിംഗ് ക്രീം എന്നൊക്കെ ഉണ്ട്. പക്ഷേ സിംഗിൾ ക്രീം ഡബിൾ ക്രീം വെച്ച് നോക്കുമ്പോൾ ഡബിൾ ക്രീമാണ് നല്ലത് കേട്ടോ. സിംഗിൾ ക്രീമിന് ഇച്ചിരി കൊഴുപ്പ് കുറവാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സിംഗിൾ ക്രീം ഇപ്പോൾ രണ്ടിൽ ഏതാ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡബിൾ ക്രീം തന്നെയാണ്. പിന്നെ ഇപ്പോൾ സിംഗിൾ ക്രീമാണ് കിട്ടാനുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പം ഞാൻ 1 മിനിറ്റോളം ഒരു സ്പീഡ് 2 വെച്ചിട്ടാണ് ഞാനിത് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഈ ബീറ്റർ ഒന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നവരാണെങ്കിൽ അത് ചേർത്തു എന്ന് പറഞ്ഞ് പഞ്ചസാര ചേർക്കാതിരിക്കരുത്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരെങ്കിലും ചേർത്താലാണ് നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാത്തവരാണെങ്കിൽ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ വെനില എസൻസ് ചേർക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട. നമ്മൾ ആ പാലിൻ്റെ മിക്സിൽ, ബ്രെഡ് മുക്കുന്ന പാലിൻ്റെ മിക്സിൽ വെനില എസൻസ് ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കറക്റ്റ് ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് കൊണ്ടുവരണം. ദാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കണ്ടോ ഇതിങ്ങനെ പീക്ക് ചെയ്ത് വരുന്നത് കണ്ടോ, അതായത് അതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒത്തിരി തിക്കായിട്ട് എടുക്കരുത് കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ ക്രീം വരാനായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാൻ മറന്നുപോയി. അതെന്താന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് ഒന്ന് മേലെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു 5-6 എണ്ണം എടുക്കുക. എന്നിട്ട് ഇടികല്ലിൽ ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം ഒരു ബാഗിനകത്ത്, ഒരു നമ്മൾ പ്ലാസ്റ്റിക് ബാഗൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്താലും മതിയാവും. അതായത് ഫ്രീസറിലൊക്കെ വെക്കുന്ന ബാഗ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാം. മിക്സിയിൽ അടിച്ചെടുക്കരുത്. മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് ഭയങ്കര തരികളായി പോകും. ഞാനപ്പോൾ അതുകൊണ്ട് പൊടി നമുക്ക് വളരെ ഫൈൻ പൗഡർ അല്ല വേണ്ടത്. ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിലുള്ള തരികളോട് കൂടിയിട്ടുള്ള എന്താ പറയുക ബിസ്ക്കറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതവിടെ ഇടിച്ചെടുത്ത് ഈ ഒരു രീതിക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ അതാ ബിസ്ക്കറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ആ ഒരു നമ്മുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് മിക്സ് അല്ല, നമ്മുടെ ബൗളിനകത്തോട്ട് ആ പൈനാപ്പിളിൻ്റെ മേലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ഫ്രൂട്ടിൻ്റെ സ്റ്റെപ്പ് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഈ ക്രീമെല്ലാം ആവശ്യത്തിനിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ലെവലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ നടുക്കിൽ ചെറിയൊരു കുഴി പോലെ ഒന്ന്, ഒത്തിരി ആഴത്തിലൊന്നും കുഴിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ബാക്കി ഒരു ടേബിൾ സ്പൂൺ പൈനാപ്പിളിൻ്റെ ഒരു മിക്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ നടുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇച്ചിരി ക്രീം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ മേലിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടൗൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. കാരണം നമ്മൾ ലെവൽ ചെയ്ത സമയത്ത് ഇതെല്ലാം അങ്ങനെ കണ്ടോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇതിന്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചുറ്റും ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം, നീളത്തിൽ വരവരകൾ പോലെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ സിക്സ് ആഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെയൊക്കെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് അതൊക്കെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇതൊരു റൗണ്ട് പാത്രം ആയതുകൊണ്ട് ആ റൗണ്ട് ഷേപ്പിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. ഇനി അടുത്തത് ഇതിന്റെ നടുക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ നേരിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിനകത്ത് അരിച്ചരിച്ച് നമ്മുടെ കാണുന്ന ഒരു വൈറ്റ് ഭാഗം ഉണ്ടല്ലോ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഭാഗം, ആ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുൻപ് പുഡിംഗ് ഇട്ടപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു, അയ്യോ ഇത്രയും കൊക്കോ പൗഡർ ഇടുമ്പോൾ നമുക്ക് കഴിക്കത്തില്ലെന്ന്. അത് ഒരിക്കലും കഴിക്കത്തില്ല. നമ്മളത് കൊക്കോ പൗഡർ അങ്ങനെ കട്ടായിട്ട് ഇരിക്കുന്നത് പോലെ തോന്നുന്നതാണ്, അത് സ്പ്രെഡ് ചെയ്തിട്ടല്ലേ കിടക്കുന്നുള്ളത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് ക്രീമും ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കൊക്കോ പൗഡർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് തീർത്തും അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു വെനില നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ കൂടെ ഇച്ചിരി ഒരു കൊക്കോ പൗഡറൊക്കെ കഴിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ എല്ലാത്തിൻ്റെയും കുറേശ്ശെ കിട്ടുന്നത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ചെയ്യാനുള്ളത് ഞാൻ അല്പം ബ്രെഡും കൂടെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ള കളർ കാണുന്ന ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം നട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്തയാണ് ചേർക്കുന്നത്. അത് ചേർക്കാനുള്ള കാരണം ഒരു കോൺട്രാസ്റ്റ് കളർ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ പിസ്ത കഴിക്കാൻ രുചിയാണല്ലോ. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഉണക്കമുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. വറുത്തും നെയ്യിൽ വറുക്കും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നമുക്കല്ലാതെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെറി ഉണ്ടെങ്കിൽ ചെറി ഇട്ട് കൊടുക്കാം, ടൂട്ടി ഫ്രൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഇഷ്ടം അത് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പിസ്തയൊക്കെ ഇതിൻ്റെ ചുറ്റും ഈ ബിസ്ക്കറ്റിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നടുക്കിലും ഒരു അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് ആ ക്രീമിനകത്തൊന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിങ്ങനെ ചിലപ്പം നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പുറത്തോട്ട് പോകും, ബിസ്ക്കറ്റ് പൊടിച്ചതല്ലേ. അപ്പം ഞാനൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് മിനിമം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ ഫ്രിഡ്ജിനകത്താണ്, ഫ്രീസറിനകത്തല്ല. ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. അങ്ങനെ അതാ അവിടെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ക്ഷമയില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ വേഗം തന്നെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 2.5 മണിക്കൂർ വരെ സാധാരണ രീതിയിൽ ഞാൻ ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ വിരുന്നാരൊക്കെ വരുമ്പോഴാണല്ലോ അത് ഉണ്ടാക്കുക. അപ്പോൾ അതിന് ഇച്ചിരി മുന്നേ സമയമുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും 3 മണിക്കൂറെങ്കിലും വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ്. 2.5 മണിക്കൂർ കഴിഞ്ഞു. നല്ല സ്വാദിൽ നല്ല ക്രീമി ആയിട്ട്, നമുക്കറിയാം ഇതൊരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, അത് 1-2 ഭാഗമായിട്ട് 2-3 ഭാഗമായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതിയിൽ കളറൊക്കെ ചേർത്ത് വേണമെങ്കിൽ ആ ക്രീം 2 ലെയറായിട്ടൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെയിൻബോ രീതിയിലൊക്കെ കളേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞാനിതൊരു സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ബ്രെഡ് പുഡിംഗ്, നല്ല പഞ്ഞി പോലത്തെ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇതിനകത്തുള്ള കൊക്കോ പൗഡറിന്റെ ടേസ്റ്റ്, പൈനാപ്പിളിന്റെ ടേസ്റ്റ്, ബിസ്ക്കറ്റ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത്, പിന്നെ ബ്രെഡ്, ക്രീം, ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തീ കത്തിക്കോ ബേക്കോ ഓവൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.